കളിയിക്കാവിളയിൽ ക്വാറി ഉടമ ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിൽ. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം സുനിൽകുമാറിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഒളിവിൽ കഴിയുന്ന സുനിൽകുമാറിനായുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രതികൾ സഞ്ചരിച്ചുവെന്ന് കരുതുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. സർവീസ് സെന്റർ ഉടമയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന 1-2 പ്രതികളായ അമ്പിളിയെയും പ്രദീപ് ചന്ദ്രനെയും വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ ദുരൂഹത നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സുനിൽകുമാറിന്റെ സുഹൃത്തും സഹായിയുമായ നേമം സ്വദേശി പ്രദീപ് ചന്ദ്രനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രദീപ് ചന്ദ്രന് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഫോൺ രേഖകളിൽ നിന്ന് സുനിൽകുമാർ ഒളിവിൽ പോകുന്നതിന് മുമ്പ് പ്രദീപ് ചന്ദ്രനുമായി സംസാരിച്ചതിന്റെ തെളിവും പോലീസിന് ലഭിച്ചു. കൊല്ലപ്പെട്ട ദീപുവിന്റെ കാറിൽ പ്രതി അമ്പിളിയെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ഇത് സുനിൽകുമാറാണോ എന്നും സംശയിക്കുന്നുണ്ട്. സുനിൽകുമാറിനെ കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതകത്തിലെ ദുരൂഹത പൂർണ്ണമായും നീക്കാൻ കഴിയൂ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.